രാഹുൽ ഗാന്ധിയുടെ എണ്ണിയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വോട്ട് ചോരി ആരോപണം ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും വോട്ടർമാരുടെ സ്വകാര്യത ലംഘിച്ച് രാഹുൽ അവരുടെ ഫോട്ടോ പരസ്യമാക്കിയത് വലിയ തെറ്റാണെന്നും കമ്മീഷൻ പറഞ്ഞു. കമ്മീഷനെ തോക്കു ചൂണ്ടി വിരട്ടാൻ നോക്കേണ്ട എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ വെല്ലുവിളി. वोट चोरी जैसे गलत शब्दों का इस्तेमाल करके जनता को गुमराह करने का असफल प्रयास किया जाए तो यह भारत के संविधान का अपमान नहीं तो और क्या है। कई मतदाताओं की फोटो उनकी अनुमति के बिना मीडिया के समक्ष रखी गई, उनके ऊपर आरोप लगाए गए, उनका इस्तेमाल किया गया। क्या अपनी माताओं, बहुओं, बेटियों सहित किसी भी मतदाता की सीसीटीवी वीडियो चुनाव आयोग को साझा करनी चाहिए क्या? 20 लाख से भी अधिक प्रत्याशियों के पोलिंग एजेंट्स चुनाव के लिए कार्य करते हैं। इतने सारे लोगों के समक्ष इतनी पारदर्शी प्रक्रिया में क्या कोई भी मतदाता वोट की चोरी कर सकता है? कुछ मतदाताओं द्वारा दोहरे मतदान के आरोप लगाए गए, सबूत मांगने पर जवाब नहीं मिला। ऐसे मिथ्या आरोपों से न तो चुनाव आयोग डरता है और न ही कोई मतदाता। തൃശൂരിലെ വോട്ടുകളിൽ ഉൾപ്പെടെ അന്വേഷണമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിലടക്കം ഉയർന്നത് അടിസ്ഥാനരഹിത ആരോപണങ്ങളാണ്. പരാതികൾ ഉന്നയിക്കുന്നതിന് സമയപരിധി ഉണ്ടെന്നും ന്യായീകരണം. इस तरह के निराधार आरोप लगाना, चाहे वो केरल हो, चाहे वो कर्नाटक हो, चाहे वो बिहार हो, जब 45 दिन चुनाव के बाद पूर्ण हो चुके हैं और किसी भी दल को, किसी भी कैंडिडेट को कोई भी गलती नजर नहीं आई, तो आज इतने दिनों के बाद इस तरह के निराधार आरोप लगाना, उनका उद्देश्य क्या है, ये सारे मतदाता और देश की जनता पूरा समझती है. മനു അഖിൽ നൽകും വിവരങ്ങൾ. മനു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ മറുപടി ഇന്ന് പറയുകയുണ്ടായില്ല. പൂർണ്ണമായും അവഹേളനവും വിമർശനവും കുറ്റപ്പെടുത്തലുകളും മാത്രം നിറഞ്ഞതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. സമഗ്രമായ വിവരങ്ങൾ പറയാം. ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങളിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. വോട്ട് ചോരി ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയുടെ എണ്ണിയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം പുരോഗമിച്ചത്. വോട്ട് ചോരി ആരോപണം ഭരണഘടനയെ അപമാനിക്കാനുള്ള ശ്രമമാണെന്നും കമ്മീഷന് നേർക്ക് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുമായിരുന്നു രാഹുലിന്റെ പേര് പറയാതെയുള്ള കമ്മീഷന്റെ മറുപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ക്രമക്കേടിലും ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുണ്ടായ പിഴവുകളിലും ഉൾപ്പെടെ കൃത്യമായ മറുപടി നൽകാതെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം പുരോഗമിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന രാഷ്ട്രീയ വിവേചനമില്ലെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. വോട്ടുകൊള്ള ആരോപണത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. വോട്ട് ചോരി എന്ന ആരോപണം മോശം പരാമർശമാണെന്നും ഇത് ഭരണഘടനയ്ക്ക് തന്നെ അപമാനമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. രാഹുലിന്റെ മണ്ഡലം തിരിച്ചുള്ള ആരോപണങ്ങൾ പൊതുവായി മാത്രം മറുപടി നൽകിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് SIRന്റെ പ്രധാന ലക്ഷ്യമെന്നും അത് നിയമപ്രകാരമാണെന്നും തുടരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെത് പക്ഷപാതപരമായ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ സമീപനം വാർത്താ സമ്മേളനത്തിലൂടെ തുറന്നുകാട്ടിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയില്ല. പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. രാഹുലിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യവും വ്യക്തവുമായ മറുപടി നൽകണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. എന്നാൽ തെളിവുകൾ സമർപ്പിക്കാതെ അന്വേഷണം നടത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി
രാഹുൽ ഗാന്ധി സ്വകാര്യത ലംഘിച്ചെന്നും വോട്ടർമാരുടെ ചിത്രങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നത്. 7 ദിവസത്തിനകം തെളിവുകളും സത്യവാങ്മൂലവും സമർപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം ലഭിച്ചില്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായി കണക്കാക്കുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, മനുവാണ് വിവരങ്ങൾ നൽകിയത്.